ഹായ് ടീം, ഇറ്റ്സ് മീ മുനീർ ഫ്രം വിസ്റ്റൺ സ്പിയർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. പലരും പറയുന്നത് ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആദ്യമായിട്ട് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള ഫണ്ട് അത് എങ്ങനെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണം, അത് എങ്ങനെ സമ്മറൈസ് ചെയ്യണം, അത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരു അക്കൗണ്ടിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള ക്യാഷ് എവിടെയെല്ലാം പോയിട്ടുണ്ടോ എന്നുള്ളത് ഒരു പിക്ചോറിക്കൽ പ്രസൻറ്റേഷനാണ് അക്കൗണ്ട്സ് എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ഫിനാൻസ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള ഫണ്ട് അത് എങ്ങനെ പ്രോപ്പറായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം, ഒരു ബിസിനസ്സിനെ എങ്ങനെ ഗ്രോ ചെയ്യിപ്പിക്കണം, ബിസിനസ്സിൻ്റെ സസ്റ്റൈനബിലിറ്റി എങ്ങനെ നിലനിർത്തണം എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതായത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഉയർത്തിക്കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ ബിസിനസ്സിനെ തകർത്ത് തരിപ്പണമാക്കാനും കഴിയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് പേയബിൾ, റിസീവബിൾ, പേറോൾ, ടാക്സ് അനലിസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അക്കൗണ്ട്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ ടോപ്പ് ടു ബോട്ടം ലെവൽ വരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച്